കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. നെല്ലു സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഇടഞ്ഞ് കർഷകർ. നെല്ല് വിറ്റഴിക്കുന്നത് പൊതുവിപണിയിൽ, കനത്ത നഷ്ടത്തിൽ നട്ടം തിരിഞ്ഞ് കർഷകർ. സംസ്ഥാനത്തെ ഒന്നാം വിള നെല്ലു സംഭരണത്തിൽ സർക്കാരിനെയും സപ്ലൈകോയെയും കൈവിട്ട കർഷകർ. ഇത്തവണയും കർഷകർ പൊതുവിപണിയിൽ നെല്ല് വിറ്റഴിച്ചിരിക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് അരി സംഭരണത്തിൽ 70,070 ടണ്ണിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. പുതുക്കിയ വിലയായ 30 രൂപ നിരക്കിലാണ് ഇത്തവണ സപ്ലൈകോയുടെ സംഭരണം. എന്നാൽ പൊതുവിപണിയിൽ ഇതിൽ നിന്ന് 6 രൂപയോളം കുറച്ചാണ് നെല്ലെടുക്കുന്നത്. തുക പൂർണ്ണമായും നൽകാതെ മില്ലുടമകളടക്കം കബളിപ്പിക്കുന്നതായും കർഷകരുടെ പരാതി ഉയർന്നിട്ടുണ്ട്. സപ്ലൈകോയുടെ ഗുണനിലവാര നിബന്ധനകളോളം കർശനമായിരുന്നില്ല സ്വകാര്യ മില്ലുടമകളുടെ സംഭരണമെന്നതും കർഷകരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. സംഭരിച്ച 48 മണിക്കൂറിനകം നെല്ലിന്റെ വില നൽകണമെന്നാണ് നെൽകൃഷി മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച കേന്ദ്ര സംഘം ശുപാർശ ചെയ്യുന്നത്. കഴിഞ്ഞ ഒന്നാം വിളക്കാലത്ത് സംഭരിച്ച നെല്ലിന്റെ വില സർക്കാരിൽ നിന്ന് കിട്ടാൻ 6 മാസം വരെ എടുത്തു. ഇത്തവണ 1 മാസത്തിനകം വില ലഭിക്കുന്നുണ്ട്. 33,033 കർഷകരിൽ നിന്നാണ് ഇത്തവണ നെല്ല് സംഭരിച്ചത്. ഇവരിൽ 9,955 കർഷകർക്ക് 88.61 കോടി രൂപ വിലയായി നൽകി. സംഭരിക്കുന്ന നെല്ലിന്റെ അളവ് കുറഞ്ഞതും കർഷകർക്ക് വിലയായി നൽകേണ്ട തുകയിലുണ്ടായ കുറവ് സപ്ലൈകോയുടെ ബാധ്യത കുറച്ചതുമാണ് ഇത്തവണ നെല്ല് വില കാലതാമസമില്ലാതെ അനുവദിക്കാൻ സഹായിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമ ബംഗാളിൽ ഉരുളക്കിഴങ്ങ് വിലയിൽ കുത്തനെ ഇടിവ്. കർഷകർക്കും വ്യാപാരികൾക്കും കനത്ത സാമ്പത്തിക നഷ്ടം. അന്തർ സംസ്ഥാന വിലയും താഴേക്ക്. പശ്ചിമ ബംഗാളിലെ ഉരുളക്കിഴങ്ങ് കർഷകർ ദുരിതത്തിലാണ്. നഷ്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടാണ് അവർ ഉരുളക്കിഴങ്ങ് വിറ്റഴിക്കുന്നത്. മൊത്തവിലയിൽ ഏകദേശം 50% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കർഷകർക്കൊപ്പം വ്യാപാരികൾക്കും കനത്ത നഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. കർഷകരും വ്യാപാരികളും അന്തർ സംസ്ഥാന വ്യാപാരത്തിൽ വൻ ഇടിവ് കണ്ടതിനെ തുടർന്ന് മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്നാണ് ഉരുളക്കിഴങ്ങ് വിൽപ്പന നടത്തുന്നത്. ഇത് കാരണം പശ്ചിമ ബംഗാളിൽ മൊത്തവില ഇടിയുകയായിരുന്നു. രാജ്യത്ത് ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഉത്തർപ്രദേശാണ് മുന്നിലുള്ളത്. എന്നാൽ ഈ സംസ്ഥാനവും നഷ്ടത്തിലാണ്. മാത്രമല്ല, അന്തർ സംസ്ഥാന വിപണികൾ പിടിച്ചെടുക്കാൻ ഉത്തർപ്രദേശ് കാര്യമായ ശ്രമം നടത്തിവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാപ്പി കർഷകർക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ന്യൂ ബയോം ലാബ്സ് കനോപ്പി എന്ന കാപ്പി വിള ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. പ്രതിവർഷം 29,099 രൂപ പ്രീമിയത്തിൽ കാപ്പി കൃഷിയുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പ്ലാറ്റ്ഫോമാണ് കനോപ്പി. വയനാട് ആസ്ഥാനമായുള്ള ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ന്യൂ ബയോം ലാബ്സ് ആണ് പുതിയ പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിരിക്കുന്നത്. കാപ്പി കർഷകർക്കും വ്യവസായ പങ്കാളികൾക്കും വേണ്ടിയാണ് കോഫി ക്രോപ്പ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ കനോപ്പി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിളകളുടെ ആരോഗ്യത്തിനും ഉൽപാദനക്ഷമതയുടെ സൂക്ഷ്മവും പ്ലോട്ട് ലെവൽ വീക്ഷണവും നൽകുന്നതാണ് ഈ പ്ലാറ്റ്ഫോം. കാപ്പി മൂല്യശൃംഖല ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും കാലാവസ്ഥാ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉപഗ്രഹ ഇമേജറി, കൃത്രിമ ബുദ്ധി, ഹൈപ്പർ ലോക്കൽ ഡാറ്റ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ കാനോപ്പി ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ കർഷകർക്കും എന്റർപ്രൈസ് ഗ്രേഡ് സാങ്കേതിക വിദ്യ ആക്സസ് ചെയ്യാനാകുമെന്ന് ഉറപ്പാക്കുന്നതാണ് കനോപ്പി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.